യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റും സെലൻസ്കിയും നേരിട്ട് ചർച്ച നടത്തട്ടെ എന്ന് ട്രംപ് പറയുന്നു. ജെയിംസ് സാർ, ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തോന്നും ട്രംപ് ആരുടെ ഭാഗത്താണ്, സെലൻസ്കിയുടെ ഭാഗത്താണോ പുടിന്റെ ഭാഗത്താണോ എന്ന്. ട്രംപ് ആരുടെയും ഭാഗത്തല്ല സ്മിത. ട്രംപ് എപ്പോഴും തൻ്റെ ഭാഗത്താണ്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ള തിയറിയാണ് അദ്ദേഹത്തിന്. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിനിടയിൽ എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. എന്ന് മാത്രമല്ല, യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഉക്രൈനിൽ നിന്ന് ധാതു നിക്ഷേപങ്ങൾ എടുക്കാൻ കരാറായിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യുദ്ധം അവസാനിക്കണം. അപ്പുറത്ത് റഷ്യയെ ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി റഷ്യയുമായിട്ടും വ്യാപാരം നടത്തണം. അപ്പം രണ്ട് തരത്തിലും ട്രംപ് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാനാണ്, അനുകൂലമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഇപ്പോൾ ട്രംപ് പറഞ്ഞു തന്നെ നോക്കാം. അമേരിക്ക ഇതിൽ ഇടപെടുമ്പോഴും ഇപ്പോൾ ട്രംപ് പറയുന്നത് നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും നേരിട്ട് സംസാരിക്കട്ടെ. എവിടെ സംസാരിക്കണം, എന്ന് സംസാരിക്കണം എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അമേരിക്ക അത് കോർഡിനേറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട്. അവരുടെ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി അത് സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ യൂറോപ്പിലെ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇതിന് നേരത്തെയും ചരിത്രപരമായിട്ടുള്ളതുണ്ട്. 1994 ഈ ഉക്രൈനിലുണ്ടായിരുന്ന അണുവായുധങ്ങൾ മുഴുവൻ റഷ്യക്ക് വിട്ടുകൊടുത്തപ്പോൾ അന്ന് വലിയ ഉറപ്പ് കൊടുത്തതാണ്, ഉക്രൈനെ ആക്രമിക്കില്ല, സുരക്ഷ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ്. അതിൽ US-ഉം UK അടക്കം ഇടപെട്ടിരുന്നു. അന്ന് ഇത് നടന്നത് ബുഡാപെസ്റ്റിൽ വെച്ചാണ്, ഹംഗറിയുടെ തലസ്ഥാനത്ത്. ഹംഗറിയാണെങ്കിൽ വിക്ടർ ഓർബൻ അവിടുത്തെ പ്രധാനമന്ത്രി പുടിൻ്റെ വലിയ സുഹൃത്താണ്, ഒപ്പം തന്നെ നാറ്റോ സഖ്യത്തിലെ അംഗവുമാണ്. അതുകൊണ്ട് ബുഡാപെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മോസ്കോയിലേക്ക് പുടിൻ ആവശ്യപ്പെട്ടാലും അറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പുടിനത് തീർക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഇതൊരു വെടിനിർത്തൽ ഉടൻ ട്രംപുമായുള്ള അലാസ്കയിലെ ചർച്ചയിൽ നടത്താമായിരുന്നു. പക്ഷെ പുടിൻ ട്രംപിനെ മനസ്സിലാക്കിപ്പിച്ചത് വെടിനിർത്തൽ കൊണ്ട് കാര്യങ്ങൾ തീരില്ല, പെർമനന്റ് ആയിട്ടുള്ള സമാധാനം വേണം. വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിൽ ചർച്ചകൾ മുന്നോട്ട് പോയതിനെ. ആ തരത്തിലുള്ള ഇതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും യൂറോപ്യൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. നാറ്റോയുടെ മിലിറ്ററി ലീഡേഴ്സ് ഇന്ന് യോഗം ചേരുന്നുണ്ട്. യൂറോപ്പിന്റെ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി അവര് കൊടുക്കും. അമേരിക്ക പക്ഷേ സേനയെ അങ്ങോട്ട് അയക്കില്ല, പകരം എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഉക്രൈനിലെ സമാധാനമുണ്ടായി അവിടെ നിരീക്ഷണം നടത്തും. എന്തായാലും യുക്രൈനിൽ സമാധാനം പുലരട്ടെ. ട്രംപിന്റെ പക്ഷം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഇന്ത്യ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ കയറി മൈ ഫ്രണ്ട് എന്ന് വിളിക്കും. നാളെ പാകിസ്ഥാനെ വേണമെങ്കിൽ അസീം മുനീറിന് അങ്ങോട്ടേക്ക് പച്ചപ്പരാധന വെച്ച് കൊടുക്കും. നമ്മളവിടെ പോയി അദ്ദേഹത്തിനോട് വോട്ട് ചോദിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ. എംപിയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, കാലത്തിലെ സേതുവിനെന്നും ഒരാളോട് മാത്രമേ, സേതുവിനോട് മാത്രം.